ഇന്നിപ്പോൾ നമ്മളായിരിക്കുന്നത് അയിരൂർ JMM ഹോളിസ്റ്റിക് സെൻറ്ററിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് പകൽ വീട്. എല്ലാ ബുധനാഴ്ചകളിലും നടക്കുന്നതാണ്. ഇന്ന് ആ പകൽ വീട്ടിലെ പ്രിയപ്പെട്ടവർ മാരാമൺ കൺവെൻഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുമിച്ചിരുന്ന് പൊതി കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഡയറക്ടർ റവറൻഡ് ജിതിൻ മാത്യൂസ് അച്ഛനോടൊപ്പം നമുക്ക് അവരെ സന്ദർശിക്കുകയും അവരിൽ നിന്ന് എന്താണ് അവരുടെ അനുഭവങ്ങളെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. ത്രിയേക ദൈവത്തിന് സ്തുതി. അയിരൂർ JMM ഹോളിസ്റ്റിക് സെൻറ്ററിനെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം ഞങ്ങളുടെ പകൽ വീടിൻ്റെ ദിവസം കൂടിയാണല്ലോ. ഞങ്ങളുടെ പ്രായമായ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ഹോളിസ്റ്റിക് സെൻറ്ററിൽ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്, പകൽ വീടായിട്ട് ഒരുമിച്ച് ചേരുന്ന ദിവസമാണ്. എന്നാൽ ഇന്ന് മാരാമൺ കൺവെൻഷനോട് ചേർന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരുമിച്ച് മാരാമൺ കൺവെൻഷനിൽ വരുവാനും ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടുവാനായിട്ടും സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഞങ്ങൾക്ക് ഏകദേശം 70ഓളം ആളുകൾ പകൽ വീട്ടിൽ സംബന്ധിക്കാറുണ്ട്. എന്നാൽ ആരോഗ്യ പ്രശ്നമുള്ളവരുണ്ട്, ഒരല്പമെങ്കിലും നടക്കാൻ പ്രയാസമുള്ളവരുണ്ട്. അങ്ങനെ സാധിക്കുന്നവരായിട്ടുള്ള ഏകദേശം 35ഓളം ആളുകൾ ഇന്ന് നമ്മുടെ മാരാമൺ കൺവെൻഷനിൽ സംബന്ധിച്ചു. ഇവരൊക്കെ ഒരു കാലത്ത് എല്ലാ ദിവസങ്ങളിലും മുടക്കം കൂടാതെ കൺവെൻഷനിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നവരാണ്. എന്നാൽ ഇപ്പോൾ അനാരോഗ്യം മൂലം മറ്റൊരാൾ കൊണ്ടുവരാനായിട്ട് സാധിക്കാത്തത് മൂലം ഒക്കെ മാരാമൺ കൺവെൻഷൻ നേരിട്ട് വന്ന് സന്ദർശിക്കുക മിസ് ചെയ്യും അവർക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, ഈ പ്രിയപ്പെട്ടവരെ, അവർക്ക് ആരോഗ്യം അല്പമാകുന്നവരെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ വാഹനത്തിൽ ഇന്ന് മാരാമൺ കൺവെൻഷൻ്റെ 1ാമത്തെ യോഗത്തിൽ അവർ പങ്കെടുത്തു. ഇനി അവർ ആ നൊസ്റ്റാൾജിക് ഫീൽ ഉണർത്തുന്ന ഇലപ്പൊതി അവരൊരുമിച്ച് പന്തലിലിരുന്ന് കഴിക്കുവാനായിട്ട് പോവുകയാണ്. അവരുടെ ഓർമ്മകളിലേക്ക്, അവരുടെ ജീവിതാനുഭവങ്ങളിലേക്കൊന്ന് തിരികെ പോകുവാനായിട്ടാണ് ഹോളിസ്റ്റിക് സെൻറ്റർ ശ്രമിക്കുന്നത്. ഇന്നത്തെ ഉച്ചക്കത്തെ യോഗം കൂടെ കഴിഞ്ഞ ശേഷമേ അവർ തിരിച്ച് അവരെ ഭവനങ്ങളിൽ എത്തിക്കുന്ന ചുമതല ഹോളിസ്റ്റിക് സെൻറ്ററിനാണ്. ഇവരിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരാളിൽ നിന്ന് ഇപ്പം നമ്മളോട് സംസാരിക്കുന്നതാണ്. ഇപ്പം അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു പക്ഷേ ഇന്ന് എത്തിച്ചേരാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പേ ഇന്നും എത്തിച്ചേർന്നവർ ഇന്ന് എത്തിച്ചേരാൻ ഒരാളുടെ സഹായം വേണ്ടി വരുമെന്നുള്ളൊരു ചിന്തയിലാണ് ഇവർ ഇപ്രകാരം ഈ പകൽ വീട് ഇങ്ങോട്ടേക്ക് മാറ്റി. അതേറെ അനുഗ്രഹപ്രദമാണ്. അപ്പോൾ ഇപ്പം നമ്മളോട് സംസാരിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് ഞങ്ങൾ പകൽ വീടിന് വരുന്ന 10-20 അംഗങ്ങൾക്ക് ഇവിടെ ഈ വർഷവും മാരാമൺ കൺവെൻഷന് വരുവാൻ ദൈവം ഇടയാക്കി. അതിന് തന്ന ആരോഗ്യത്തിനായി, ബലത്തിനായി സ്തോത്രം. അത് നടത്തിയ ജിതിനച്ഛന് വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തനിയെ വരുവാൻ വലിയ പ്രയാസമുള്ളവരാണ്, പ്രായമുള്ളവരാണ്, രോഗികളാണ്, ബലഹീനരാണ്. എന്നാൽ ദൈവം ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വരുത്തി. ഈ വർഷവും കഴിഞ്ഞ വർഷം ഞങ്ങളെ കൊണ്ടുവന്നു. ഈ വർഷവും ബുധനാഴ്ച പകൽ വീടായി ഈ മാരാമൺ കൺവെൻഷൻ ഈ പന്തലിൻ്റെ കീഴിൽ ഇരിക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടുത്ത വർഷവും ദൈവമേ കൂടി വരുവാൻ ദൈവം ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ രീതിയിലുള്ള ആളുകളോടും, അതായത് പ്രായമായവരോടും യൗവനക്കാരോടും കുഞ്ഞുങ്ങളോടും രോഗികളോടും ഒക്കെ ചേർന്നുള്ള പ്രവർത്തനങ്ങൾ ഈ നാളുകളിൽ അനുഗ്രഹമായിട്ട് പോകുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ഇവിടെ നടക്കുവാനായിട്ട് പോകുന്നത്.